എൻ്റെ പൗർണമി, നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന വോയിസ് റെക്കോർഡ് എന്താ? സൈബർ സുരക്ഷയെ കണ നമ്മൾ ദിവസവും കേട്ട് നമുക്കിത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. പണ്ട് നമ്മൾ കൊറോണ സമയത്ത് കുറേ കാലം കേട്ടു. ഇത് കേൾക്കുന്ന പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാവും. പലരും ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് കേൾക്കാതിരിക്കാൻ പിന്നെയും വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തരികയാണ് അമൃത സുരേഷ് പങ്കുവെച്ച അവരുടെ സ്വന്തം ചാനൽ പങ്കുവെച്ചൊരു വീഡിയോയിലൂടെ. അത്രയും പ്രശസ്തയായിട്ടുള്ള, അത്യാവശ്യം വിവരമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ചൊരു അബദ്ധം. അവരുടെ പൈസ നഷ്ടപ്പെട്ടു. 45,000 രൂപയാണ് അമൃതയ്ക്ക് ഈ സ്കാമിലൂടെ, ടെലഫോൺ സ്കാമിലൂടെ നഷ്ടപ്പെട്ടത്. അത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. അതായത് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഈവൻ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജിമാരെ വരെ പറ്റിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഡോക്ടർമാരെ, ബാങ്ക് ഉദ്യോഗസ്ഥരെ പോലും പറ്റിക്കുന്നു. അപ്പോൾ സാധാരണക്കാരനെ പറ്റിക്കുന്നത് ക്വൈറ്റ് നോർമൽ ആണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വാസ്തവം. ഈവൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്ക് ചെല്ലുമ്പോൾ പോലും എത്ര രൂപയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന 10,000, 20,000, 45,000 അല്ലെങ്കിൽ 1,00,000 ആണെന്ന് പറയുമ്പോൾ പോലീസ് അത് കുഴപ്പമില്ല, സാരമില്ല, ഇവിടെ 1.5 കോടിയും വരെ പോയ ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 45,000 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും നമ്മളെല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആയതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുന്നവന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അമൃത സുരേഷ് പങ്കുവെക്കുന്ന വീഡിയോയിലും സംഭവിച്ചത് അവരുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു കസിൻ സിസ്റ്റർ, നോർമലി നമ്മളെല്ലാവരും നമ്മുടെ ബന്ധുക്കളോട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പൈസ ഒന്ന് തിരിക്കാനോ മറിക്കാനോ ഒക്കെ ചോദിക്കും. അത്തരത്തിൽ ഇവർ ചോദിക്കാറുണ്ടായിരുന്നു. അമൃത സ്റ്റുഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചത്. വിളിച്ച് ചോദിക്കാനുള്ളൊരു സാവകാശം കിട്ടാത്തതുകൊണ്ടും അവരുടെ തന്നെ സ്വന്തം വാട്സപ്പിൽ നിന്ന് മെസ്സേജ് വന്നതുകൊണ്ടും ഇവര് പൈസ സെൻഡ് ചെയ്ത് കൊടുത്തു. സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെൽഫിയും കൂടെ എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്, ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരറിയുന്നില്ലല്ലോ അത് ചോദിക്കുന്ന മറ്റൊരാളാണെന്ന്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു 30,000, എന്തായാലും 45 കിട്ടി, എന്നാൽ ഒരു 30 കൂടെ കിട്ടുമെന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ സ്കാമേഴ്സ് എന്ത് ചെയ്തു, ഒരു 30,000 കൂടെ ചോദിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് അമൃതയുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നോർമൽ കോൾ ചെയ്തപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇവരുടെ കസിൻ കരഞ്ഞുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തോ, നീ പൈസ ഒത്തിരി പേരോട് പൈസ ചോദിക്കുന്നുണ്ട്, നിന്നോട് പൈസ ചോദിക്കുവാണെങ്കിൽ നീ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ അമൃത സുരേഷ് ഓൾറെഡി പൈസ കൊടുത്തു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ തമാശ രൂപേണ അല്ലെങ്കിൽ ഒരു ചിരിച്ചുകൊണ്ടാണ് അമൃത സുരേഷ് പറയുന്നത്. അമൃത സുരേഷിൻ്റെ അനിയത്തി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോർമലി എല്ലാവരും സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നോർമലി ചേച്ചി എന്ന് പറയുന്ന ഈ അമൃത സുരേഷ് എപ്പോഴും ഇങ്ങനെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഡീൽ ചെയ്യുന്നത്. അതിന് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് അവർ തമാശ രൂപേണ അവതരിപ്പിച്ചു എങ്കിൽ പോലും 45,000 രൂപ എന്ന് പറയുന്നത് ചെറിയൊരു നിസ്സാര തുകയല്ല. 45,000 രൂപ വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്നു, അവർ ഫോൺ വിളിക്കുമ്പോഴെല്ലാം ഈ 1930 എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട സൈബർ സുരക്ഷ മെസ്സേജ് കേൾക്കുമെങ്കിലും എല്ലാവരെയും പോലെ തന്നെ താനും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത്രയും ഡിലേ ആക്കാതെ ഇതൊന്നും ഇല്ലാതിരുന്നു എങ്കിൽ. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയുന്നു, തനിക്ക് സ്വയം ഒരു അബദ്ധം പറ്റിയപ്പോൾ അവർ പറയുന്നു ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ വാട്സപ്പ് പോലും സുരക്ഷിതമല്ല. അതുപോലും നമ്മുടെ ഇന്ന് ഹാക്ക് ചെയ്തിട്ട് നമുക്ക് പരിചയമുള്ളവരിലേക്ക് മെസ്സേജുകൾ എത്തുകയാണ്. അത് വിശ്വസിച്ച് ആളുകൾ പൈസ അയച്ചു കൊടുക്കുന്നു. ഇത്രയെല്ലാം സ്കാമുകൾ നടന്നിട്ടും ഇത്രയെല്ലാം വാർത്തകൾ വന്നിട്ടും ഇന്നും ഏതെങ്കിലും വിധേന ഇതിൽ പെടുന്നവർ ഓരോ ദിവസവും കൂടുന്നതല്ലാതെ ഇതിനൊരു കുറവ് രേഖപ്പെടുത്താൻ നമ്മുടെ നാട്ടിന് കഴിഞ്ഞുകൊണ്ടാണ് 100% ലിറ്ററസി സാർ എന്ന് പറയുമ്പോൾ ആൾക്കാർ മലയാളികൾക്ക് ഇത്ര പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഈ 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കുന്നത് എന്താണ്? 100% ലിറ്ററസി എവിടെയാണ് മലയാളി ഉപയോഗിക്കുന്നത്? 100% ലിറ്ററസിയിൽ 100% ഡിജിറ്റലൈസേഷൻ നടന്ന പല ഗ്രാമങ്ങളും നമുക്കുണ്ട്. IT പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ പഴയ സർക്കാർ അതൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കിയെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അമൃതയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അമൃത ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വേദന കൊണ്ട് ചിരിക്കുന്നതാണോ നമുക്ക് എല്ലാവർക്കും അറിയാം. അമൃത എന്നത് പറയുന്നത് എനിക്ക് എന്താ സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് അമൃതയ്ക്ക് വലിയ നോളജ് ഇല്ല. ഇത്രയും അധികം സ്കാമുകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ 3-4 വർഷങ്ങളായിട്ട് നടക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചേർത്തലയിൽ 1 കോടി രൂപയാണ് 2 ഡോക്ടർമാരിൽ തട്ടിയെടുത്തത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം 5 ലക്ഷം രൂപ അയക്കാൻ പോയപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയുടെ ഉചിതമായ ഇടപെടലുകൾ കൊണ്ടാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ തട്ടാൻ. അങ്ങനെ പലരെയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തിയെങ്കിലും ഏതാണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 230 കോടിയോളം രൂപയാണ് ഇങ്ങനെയുള്ള ഫ്രോഡുകളിലൂടെ സാധാരണ ജനങ്ങൾ, കോടീശ്വരന്മാരിൽ നിന്നല്ല ഇതും തട്ടിയിരിക്കുന്നത്. ഈ പ്രൊഫഷണൽസ്, അതുപോലെ എഞ്ചിനീയേഴ്സ്, സാധാരണ ബിസിനസ്സുകാർ, സാധാരണക്കാരിൽ നിന്നൊക്കെയാണ് ഈ തട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അമൃതയെ സംബന്ധിച്ചിടത്തോളം അമൃതയുടെ കസിൻ ബിന്ദു എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി, അവർ സിസ്റ്റേഴ്സാണ്, കസിൻ സിസ്റ്റേഴ്സാണ്. സോ അവർ പരസ്പരം പൈസകൾ ഇപ്പോൾ പൗർണമി പറഞ്ഞാൽ കൈമാറാറുണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ, ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കൊണ്ടിരിക്കണം, ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു കോൾ വരികയാണ്, ഇനി അർജൻറ്റായിട്ട് കുറച്ച് പൈസ തരണം.
കോൾ മീ ഇൻ ദ സെൻസ് വാട്സപ്പിൽ മെസ്സേജ് ഇടേണ്ടി അർജന്റ് ഞാൻ ഒരിടത്ത് നിൽക്കാൻ എനിക്കിതിനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു അർജൻസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഷൂട്ടിൻ്റെ കാര്യം തന്നെ നോക്കാം. ഞാനും ഇപ്പോൾ പൗർണമി വരെ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മെസ്സേജ് വരികയാണ് അർജൻറ്റായിട്ട്, അർജൻറ്റായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പെട്ട് നിൽക്കുകയാണ്, എനിക്ക് ഇച്ചിരി പൈസ വേണം, അതൊരു 45-50 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ നമ്പറിൽ നിന്നാണ് അത് വരുന്നതെങ്കിൽ നമ്മൾ വേറെ നോക്കൂ ഇല്ല. പക്ഷെ നമ്മളിനി അങ്ങനെ നോക്കണം എന്നാണ് പറയുന്നത്. ഇനി അച്ഛൻ്റെ നമ്പറിൽ നിന്നാലും അമ്മയുടെ നമ്പർ, സ്വന്തം മകളുടെയോ മകൻ്റെയോ നമ്പറിൽ നിന്നാണെങ്കിൽ പോലും നമ്മളത് ക്രോസ് ചെക്ക് ചെയ്തേ പറ്റൂ. അപ്പം അയച്ചു കൊടുക്കണ്ട. എന്തായാലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂർ കൊണ്ട് മലയൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അത് അമൃത ചിന്തിച്ചില്ല ആ സമയത്ത്. അവരൊരു സ്റ്റുഡിയോ നിൽക്കുമായിരുന്നു. കിട്ടിയ പാടത്തിന് 45,000 രൂപയാണ് അക്കൗണ്ടിലുണ്ടായിരുന്നത്. 45,000 രൂപ എന്നൊരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത്. അവരെന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കും അത് കിട്ടിയ പാടെ അവർ പറയുന്നത് എന്താണ്, ഇടയ്ക്ക് ഇങ്ങനെ ബിന്ദു ചേച്ചി ചോദിക്കും, ഞാനും ബിന്ദു ചേച്ചിയോടോ അല്ലെങ്കിൽ അനിയത്തിയോടോ ഒക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കും. ബട്ട് അവിടെ സംഭവിച്ചത് 45 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോഴും താങ്ക്സും പറഞ്ഞു പിന്നെ 30 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു, 30,000 രൂപ. അപ്പോൾ പുള്ളിക്കാരിക്ക് സംശയം കൊണ്ട് പുള്ളിക്കാരി വാട്സപ്പ് കോളിൽ ചെയ്തപ്പോൾ കോള് കട്ട് ചെയ്തു. വീഡിയോ കോൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കട്ട് ചെയ്തു. ദെൻ അവർ നോർമൽ കോൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കസിൻ കരയാണ്. പുള്ളിക്കാരത്തെ ഓൾറെഡി പലരെയും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അമൃതയോട് പറയുന്നതിന് മുമ്പ് അമൃത അതാരോ ബുദ്ധിമാനായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അമൃത സുരേഷാന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടാണോ എന്താണോ എനിക്കറിയില്ല. എനിവേ പൈസ അയച്ചു. അയാൾ പോലും ചിലപ്പോൾ പ്രതീക്ഷ ഉണ്ടാവില്ല അമൃത അയച്ചു. ഷീസ് എ കലാകാരി, അവർ സിംഗറാണ്, ഇന്റർനാഷണൽ വൈബായിട്ട് അല്ലെങ്കിൽ നാഷണൽ വൈബായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അത്യാവശ്യം നോളജും കാര്യങ്ങളും ഉണ്ടായി. എന്തായാലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ അയക്കത്തില്ലെന്നായിരിക്കും ഈ അയച്ച ആൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുക. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി എന്നായിരിക്കും. പക്ഷേ എന്തായാലും 45,000 രൂപ പോയി കിട്ടി. അപ്പോഴും അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട പൗർണമി, ഈ ബിന്ദുവിന്റെ കോള്, അതായത് ബിന്ദുവിന്റെ വാട്സപ്പ് എങ്ങനെയാണ് ഹാക്ക് ചെയ്തത് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും OTP അല്ലെങ്കിൽ മറ്റേ CVV ഇതൊക്കെയാണ്. പക്ഷേ അതൊക്കെ മാറി, അതൊക്കെ തീർന്നു. അടുത്ത സാധനം എത്തിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനോ പൗർണമിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒരു സ്ഥിരമായിട്ട് വരുന്നൊരു കൊറിയർ, നമ്മൾ എല്ലാ ദിവസവും നമുക്ക് കൊറിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഡെലിവറി ബോയ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് വന്നിട്ട് നമ്മളെ വിളിക്കുന്ന പരിപാടി ഉണ്ടെന്നും, ചേച്ചി താഴോട്ടിറങ്ങി വരണം അല്ലെങ്കിൽ ചേച്ചി ഇന്നടുത്താണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരിക ആണ്. അയാൾക്ക് OTP നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് ഈ നമ്പർ കൊടുക്കാറുണ്ടല്ലോ എന്നാണെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് ശീലിക്കുന്നവരൊക്കെ ആ ഒരു രീതിയിൽ കൊറിയർ കോൾ വരുവാണ്. ഞാൻ കൊറിയർ ഡെലിവറി ബോയ് ആണ്, ഇനി എൻ്റെ നമ്പർ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കണം, എനിക്ക് സ്ഥലം ഒന്ന് ക്രോസ്. അതിലെന്താണ് അപകടം? പൈസയൊന്നും ചോദിക്കുന്നില്ല. ഒരു കൊറിയറുകാരൻ, നമുക്ക് വരാനുള്ള ഒരു കൊറിയറുകാരൻ അയാൾ വിളിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ വന്ന് നിൽപ്പുണ്ട്, അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല, അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കുക, എനിക്ക് പിന്നെ ലൊക്കേഷൻ ഒരു ഡൗട്ടുണ്ട്. സ്വാഭാവികം, വെരി നാച്ചുറൽ. പക്ഷെ അത് നാച്ചുറൽ അല്ല, അത് നാച്ചുറലേ അല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് അങ്ങനെ ചെയ്തു. അങ്ങനെ അവർ കൊടുത്ത നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചതാണ് ഇവരുടെ ഫോൺ. വേറെ ഒന്നും ചെയ്തിട്ടില്ല ബിന്ദു അവിടെ. ഈ പറയുന്ന അമൃതയുടെ കസിൻ ചെയ്തിരിക്കുന്നത് ഈ കോളിലേക്ക് അവർ തിരിച്ചു വിളിച്ചു എന്നുള്ളത് മാത്രം. അതോടുകൂടി തന്നെ അതെന്തോ കൺവേർഷൻ കോൾസ് ഉണ്ട്, അതോടുകൂടി നമ്മുടെ ആ ഒരു സ്ക്രീൻ അവർ ഹാക്ക് ചെയ്യും. വാട്സപ്പ് ഹാക്ക് ചെയ്യാനുള്ള സംഭവമാണ്. എന്തായാലും സൈബർ ഇൻ്റലിജൻറ്റ് പീപ്പിളാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത്. ഇതൊക്കെ സ്വന്തം രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ്. നിനക്കൊക്കെ നാണമുണ്ടോ സത്യത്തിൽ? എന്തിനാണ് ഇങ്ങനെ? പക്ഷേ ഇത് ചെയ്യുന്നത് മുഴുവനും ഇന്ത്യക്ക് പുറത്തുള്ളവരാണെന്നാണ് പറയുന്നത് കേട്ടോ. കംബോഡിയ, നൈജീരിയ. ഒരിക്കൽ എനിക്ക് ഒരുത്തൻ എന്നോട് ചോദിച്ചാൽ, നിന്നെപ്പോലുള്ള മണ്ടന്മാരായ ഇന്ത്യൻസിനെ, ബ്ലഡി ബെഗർ ഇന്ത്യൻസിനെ പറ്റിക്കാനടി ഞങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് അവൻ എന്നോട് പച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോടാ പാകിസ്ഥാനിന്ന്. അവൻ എന്നോട് എൻ്റെ ഫോണിൽ എന്നെ ഇതുപോലെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാനത് ഓൾറെഡി ഫേക്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനിട്ട് കൊട്ടിയത്. അവന് മനസ്സിലായി ഞാൻ അവനെ കളിയാക്കിയതാണ്. അപ്പോൾ അവന് കലി വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, യു ബ്ലഡി മണി ആർത്തിപ്പണ്ടാരം ഇന്ത്യക്കാരനെന്നാണ് അവൻ എന്നെ വിളിച്ചത്. പറ്റിക്കാനിരിക്കും, അതുകൊണ്ട് നിന്നെയൊക്കെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന്. മേ ബി ആർക്കറിയാം ഇതൊക്കെ ചാരന്മാരാണോ എന്ന്. ഈ ഒരു നമുക്കറിയാം, ഒരു രാജ്യത്തിന് നട്ടൽ താർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശത്രു രാജ്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്നതാണ് ഈ സ്കാമും ഇതുപോലുള്ള വാട്സപ്പ് ഹാക്കിങ്ങും ഒക്കെ. ഒരു ജനതയുടെ പൈസ നമ്മൾ ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്, നമുക്കറിയാത്ത ഒരാൾക്ക് വേണ്ടി. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ പൗർണമി. തീർച്ചയായിട്ടും നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ കോൾസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. തിരിച്ചൊരാൾക്കും. പിന്നെ ആ ബിന്ദു എന്ന് പറയുന്ന കാര്യം പുള്ളിക്കാരത്തെ ഒരു മണ്ടത്തരം കാണിച്ചു. പുള്ളിക്കാരത്തെ ശ്രദ്ധിച്ചു, സ്റ്റാർ ഇട്ടാണ് നമ്പർ വന്നിരിക്കുന്നത്. നമ്പേഴ്സ് തെളിയാതെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ആ സ്റ്റാർ ഇട്ട് വന്ന നമ്പർ എന്തിനാ അവർ തിരിച്ചു വിളിച്ചു? അപ്പോൾ അത് ചിന്തിക്കാനുള്ള അതാണ് അവൻ്റെ ബുദ്ധി. ഈ അപ്പുറത്തിരിക്കുന്നതിൻ്റെ ബുദ്ധി അതാണ്. നമ്മളത് ചിന്തിക്കത്തില്ല, ഒറ്റ പ്രാവശ്യം അത് ചിന്തിക്കത്തില്ല. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം വീണ് മുയൽ വീണ് എന്താ പറയുക, ചക്ക വീഴുന്ന പോലെ തന്നെ, ചക്ക വീണ് മുയൽ ചാകുന്ന പോലെ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇത് പറ്റില്ല. അടുത്ത പ്രാവശ്യം അവർ അത് അടുത്തതും കൊണ്ടുവരും. നമ്മൾ ജാഗരൂകരായിരിക്കുക. നമ്മുടെ പൈസയാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. നമ്മുടെ പൈസ മാത്രം, നമ്മുടെ പല വിലപിടിപ്പുള്ള ഡേറ്റസ് ആൻഡ് ഡോക്യുമെന്റ്സ്, ഫോട്ടോസ് വരെ ഇതെല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് സൈബർ ഫ്രോഡിന് പോയി വല വെച്ച് കൊടുക്കരുത്. 100% ലിറ്ററസി സർ മലയാളീസ്.